ഭരണത്തിൻ്റെ 9 വർഷം ആഘോഷിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിൻ്റെ 9ാം വാർഷികം അപ്പുറത്ത് ആഘോഷിക്കുകയാണ്. നീല ടാർപ്പയും ചുവന്ന കസേര അവിടെ പറക്കി ഇടേണ്ടി വരികയാണ്. മരണവീടിന് സമാനമാണ്. കച്ചവടം പൊട്ടിയപ്പോൾ വട്ടായി പോകുന്നതിൻ്റെ അവസ്ഥ അറിയില്ലേ? ദേശീയപാത വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തെ ചെറുക്കാനും തിരിച്ച് കടന്നാക്രമിക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് UDF നേതാക്കൾ ചെയ്യുന്നത് ഈ സംസ്ഥാനത്തോടുള്ള ദ്രോഹമാണ് എന്ന നിലപാടെടുക്കുന്നത്. നമുക്കൊപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും MP-യുമായ A. റഹീമുണ്ട്. കോൺഗ്രസും BJPയും അടങ്ങുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം, ഈ റോഡ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കം റീൽസ് ഇട്ട് സെൽഫി ഇട്ട് ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും വിള്ളൽ വന്നപ്പോൾ ഇതിന് കൈയൊഴിഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലാത്ത നിലപാടാണ് മന്ത്രിയും സർക്കാരും CPM ഒക്കെ എടുക്കുന്നത് എന്നാണ്. അല്ല, ഞങ്ങളുടെ നേട്ടത്തിൽ ഞങ്ങൾക്ക് റീൽസ് ഇടാനും അവകാശവാദം നടത്താനും ഞങ്ങളത് പ്രചരിപ്പിക്കാനുമുള്ള മാന്യവും ജനാധിപത്യപരമായ അവകാശം ഞങ്ങൾക്കില്ലേ? ആ അവകാശം മാത്രമേ ഞങ്ങളുടെ ഗവൺമെൻറ്റും അതിലെ മന്ത്രിമാരും ചെയ്തിട്ടുള്ളൂ. അതിനെയും ചെയ്യും, തുടരുക തന്നെ ചെയ്യും. എൻ്റെ പ്രശ്നം അതല്ല. നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഈ മുദ്രാവാക്യം വെക്കുന്നത്? ഞങ്ങളുടെ അവകാശം എന്താണ് എന്നാണ് ചോദ്യം, അല്ലേ? ആ ചോദ്യം വരുന്നത് നിരാശയിൽ നിന്നാണ്. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ നിരാശയാണ്. ഞാൻ റഹീസിനെ നോക്കൂ, ഈ ചിത്രം മറക്കാൻ പറ്റുമോ? ആരൊക്കെയാണ് ചേർന്നിരിക്കുന്നത്? സുരേഷ് ഗോപി, PC ജോർജ്, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ, BJPയുടെ നേതാവ് ശ്രീ B. ഗോപാലകൃഷ്ണൻ. എവിടെയായിരിക്കുന്നത്? വയൽക്കിളികളുടെ സമരത്തിലിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നോക്കൂ, അവിടെ നന്ദിഗ്രാമിൻ്റെ മണ്ണ് കൊണ്ട് കൊടുക്കുകയാണ് വയൽക്കിളികൾക്ക്. അവിടുന്ന് BJPയുടെ ഒരു കേന്ദ്രമന്ത്രി. ഇനി തീരുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇത് വളരെ വിചിത്രമായൊരു ചിത്രമാണ്. KNA ഖാദർ ഇരിക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ വൈറലാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവർ ഒരുമിച്ച് ഇത് പണിമുടക്കാനിരുന്നത്. ഞാനിനി വളരെ രസകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കാണിച്ചു തരാം. ശ്രീ K. സുരേന്ദ്രൻ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വരി മാത്രം ഞാൻ വായിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിലുള്ള 2 പ്രധാന വെല്ലുവിളികൾ ബ്രാക്കറ്റിൽ ഉടനെ വരുന്നത് ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണമായിരിക്കും. അതിൻ്റെ അവസാനത്തെ വരി വളരെ രസകരമാണ്. ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല. ഇതിൽ 2ലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരും. എങ്ങനെയാണ് അന്നത്തെ BJP അധ്യക്ഷന് വെല്ലുവിളി നടത്തിയത്? ഇതൊരിക്കലും നടക്കില്ലെന്ന് കരുതിയെടുത്താണ്. ഇതൊരിക്കലും നടക്കില്ലെന്ന് കരുതി പൂട്ടിപ്പോയ പദ്ധതി ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായതിനു ശേഷം 2 പിണറായി സർക്കാരുകളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിട്ട് 10 വർഷം ആകാൻ പോകുമ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്ന റോഡ് PA മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും മീൻസ് സർക്കാരിൻ്റെയും എന്ന നിലയിൽ ആണ് അവർ അവകാശവാദം കൊണ്ടിരിക്കുന്നത്. ടോളും കുഴിയും നിതിൻ ഗഡ്കരിയുടെയും നരേന്ദ്രമോദിയുടെയും എന്ന തലത്തിൽ പറയുന്നു എന്നതാണ് അവരിതിൽ പറയുന്നൊരു പ്രശ്നം. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ഇത് നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കാമല്ലോ. നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള തിരിച്ചറിവുള്ളവരാണ് മലയാളികളുടെ തിരിച്ചറിവിൽ നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയവാദം നിലനിൽക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ജനങ്ങളുടെ മുമ്പിൽ അയച്ചില്ല. ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത്. ഇതെല്ലാവർക്കും അറിയാം. അപ്പോഴും ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. പക്ഷേ അവിടെ സ്ഥലമേറ്റെടുത്ത് കൊടുക്കലായിരുന്നു ദേശീയപാത നിർമ്മാണം നടപ്പിലാക്കാതിരുന്നതിൻ്റെ പ്രശ്നം. ആ സ്ഥലമേറ്റെടുക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ച ഗവൺമെൻറ്റിൻ്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. അതിനു മുമ്പുണ്ടായിരുന്ന ഇച്ഛാശക്തി കാണിക്കാത്ത ഗവൺമെൻറ്റായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. UDF അതിന് ഇച്ഛാശക്തി കാണിച്ചില്ല. ഞങ്ങളാണത് കാണിച്ചത്. ഞങ്ങളത് കാണിച്ച് മുമ്പോട്ട് പോയപ്പോഴും അതിന്മേൽ ഈ പറയുന്ന വയൽക്കിളികളെ കൂട്ടി അന്ന് പ്രശ്നം ഉണ്ടാക്കിയവരാണ്, രാഷ്ട്രീയ സമരം ഉയർത്തിയവരാണ്. അപ്പം ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ഞങ്ങൾ ജനങ്ങളോട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് റീൽസിലൂടെയാകാം, അത് മീംസിലൂടെയാകാം, അല്ലാതെ ഏത് തരത്തിലുമാകട്ടെ, പ്രസംഗങ്ങളിലൂടെയാകാം, വാർത്താ സമ്മേളനങ്ങളിലൂടെയാകാം, ഞങ്ങളത് പറയില്ലേ? ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഈ മികവ് ഞങ്ങൾ പറയില്ലേ? മന്ത്രിയെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടുമാണ്. ശ്രീ PA മുഹമ്മദ് റിയാസിനെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ തന്നെ രാഷ്ട്രീയമായി ഇത് ഒരൊറ്റ പ്രശ്നമാണ്. എന്താണെന്ന് റിയാസിന് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്, ഇല്ലേ? 10ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. 9ാം വാർഷികത്തിൻ്റെ ദിവസമാണ്. ഇതിന് പ്രശ്നം എന്താ? ഞങ്ങൾ ഭരണത്തിൻ്റെ 9 വർഷം ആഘോഷിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിൻ്റെ 9ാം വാർഷികം അപ്പുറത്ത് ആഘോഷിക്കുകയാണ്. നീല ടാർപ്പയും ചുവന്ന കസേര അവിടെ പറക്കി ഇടേണ്ടി വരികയാണ്. മരണവീടിന് സമാനമാണ്.
കച്ചവടം പൂട്ടിയപ്പോൾ വട്ടായി പോകുന്നതിൻ്റെ അവസ്ഥ അറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദേശീയപാതയുടെ പണി ഇനിയും പെട്ടെന്ന് വേഗതയിൽ പൂർത്തിയായി. അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കും തോറും ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം, ഞങ്ങളോടുള്ള പോപ്പുലാരിറ്റി വീണ്ടും വർദ്ധിക്കും. അത് വർദ്ധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം നടക്കുന്നത്. ഒരു വിള്ളൽ ഉണ്ടായി എന്ന് വെച്ച് സംസ്ഥാനത്തിൻ്റെ പങ്ക് കുറച്ച് കാണിക്കാനുള്ള ഒരു ശ്രമവും നടത്തേണ്ട. ഇത് സംസ്ഥാനം കൃത്യമായി സംസ്ഥാനത്തിൻ്റെ കൂടി പദ്ധതിയാണ് എന്ന നിലപാടിലായിരിക്കും വരും ദിവസങ്ങളിൽ CPM ഇത് പൊതുജനങ്ങളോട് വിശദീകരിക്കുക. ഇതിൻ്റെ ഒരു തുടർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകും. നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നതും സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതികരണം, പാർട്ടിയുടെ പൊളിറ്റിക്കൽ പരിപാടികളിൽ പ്രതികരണം, ആ തരത്തിൽ CPM ഇതിൽ ഒരു പ്രതിരോധം തീർക്കുകയാണ്. ഒപ്പം ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുള്ള മറുപടി നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.